ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഗാന്ധിജിയുടെ കർമ്മ പരിപാടികളിൽ പ്രധാനപ്പെട്ട മദ്യനിരോധനവും മതേതരത്വവും ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണെന്ന് കെ മുരളീധരൻ MP. ജനവാസ മേഖലയിൽ സ്ഥാപിച്ച നരിക്കുനിയിലെ മദ്യഷോപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരിക്കുനിയിൽ ജനവാസ മേഖലയിൽ സ്ഥാപിച്ച മദ്യഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. മദ്യവർജനം പ്രസംഗിക്കുകയും മദ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ദ്വിമുഖ നയം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കെ മുരളീധരൻ MP പറഞ്ഞു. കേരളത്തിലെ വ്യവസായത്തിൽ കേരളം വളരെ പുറകിലാന്ന് പറഞ്ഞു. പക്ഷെ മദ്യ വ്യവസായത്തിൽ കേരളം മുൻപന്തിയിൽ തന്നെ. കേരളത്തിന്റെ വരുമാനം ഇപ്പൊ ആകെ മദ്യത്തുനിന്നാണ്. മദ്യത്തിൽ നിന്ന് സുലഭമായിട്ട് വരുമാനമുണ്ട്. അതിന് അംഗീകാരം കൊടുക്കുന്നവർക്കും കിട്ടും അതിന്റെ ഷെയർ. ഇഷ്ടം പോലെ ഫാക്ടറി ആയിട്ട് ഇന്ന് മദ്യവിൽപ്പന കേരളത്തിൽ വ്യാപകമായി. അതിന്റെ ദുരന്തമാണ് മൃഗങ്ങൾ പോലും ഞെട്ടുന്ന രീതിയിലുള്ള ഹിംസകളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്നത്. ആ മദ്യവർജനമാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ രണ്ട് മുദ്രാവാക്യങ്ങൾ. ഒന്ന് മദ്യവർജനം, രണ്ട് മതേതരത്വം. ഇന്ന് ആ രണ്ടിനും ഭീഷണി നേരിടുന്നൊരു കാലത്ത് തീർച്ചയായിട്ടും മദ്യനിരോധന സമിതി ശക്തമായി ജനങ്ങളുടെ വികാരങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൗൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VP ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് TM രവീന്ദ്രൻ, സിസ്റ്റർ മൗറില്യ, ചൈത്രം രാജീവൻ, TKA അസീസ്, OJ ചിന്നമ്മ, PM ഹാരിസ് എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാക്കൂലിയിലെ അന്യായ വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള